4 വയസ്സുകാരനായ മകനെ കൊന്ന് ബാഗിലാക്കിയ അമ്മ അറസ്റ്റിൽ. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ ആയ സൂചന സേതാണ് അറസ്റ്റിലായത്. കുട്ടിയെ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛനൊപ്പം വിടണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് തടയാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് സൂചന. ഗോവയിൽ മുറിയെടുത്ത ശേഷമാണ് കുട്ടിയെ കൊന്നത്. സുവി വിശ്വനാഥ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, അച്ഛനൊപ്പം മകനെ വിടണമെന്ന കോടതി ഉത്തരവ് പാലിക്കാതിരിക്കാൻ സ്വന്തം മകനെ കൊന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. വിശ്വസിക്കാനാകുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ തുമ്പ് പോലീസിന് ലഭിച്ചത്? ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. AI മൈൻഡ്ഫുൾ AI ലാബ് എന്ന കമ്പനിയുടെ CEO സുജന സേതാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരാണ് 4 വയസ്സുകാരനായ മകനെ കൊന്ന് ട്രാവൽ ബാഗിലാക്കി സഞ്ചരിക്കുകയായിരുന്നു. ഇത് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടത്. കുട്ടി, അതായത് ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. ഭർത്താവിന് കുട്ടിയെ കാണാൻ അവസരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടിയെ കാണാൻ ഭർത്താവിന് അനുമതി നൽകണം എന്നും കോടതി ഉത്തരവിട്ടു. ഇതാണ് ഈ സ്ത്രീക്ക് ഈ കൊലപാതകത്തിന് ഇടയാക്കിയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. 2010 ഇവരുടെ വിവാഹം നടന്നത്. 2019 ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. 2020 മുതൽ ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 6 ഇവർ ഗോവയിൽ ഒരു റൂം എടുത്തു. ഒരു റിസോർട്ടിലായിരുന്നു റൂം എടുത്തത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ജനുവരി 8 പുലർച്ചെ ബാംഗ്ലൂരുവിലേക്ക് പോകാൻ ഒരു ടാക്സി വേണം എന്ന് ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇത്രയും കൂടിയ നിരക്കിന് ബാംഗ്ലൂരിലേക്ക് ടാക്സിയിൽ പോകുന്നത്? വിമാനത്തിൽ പോയിക്കൂടെ എന്ന് ജീവനക്കാർ ചോദിച്ചുവെങ്കിലും തനിക്ക് ടാക്സി തന്നെ വേണം എന്ന് ഇവർ നിർബന്ധം പിടിക്കുകയായിരുന്നു. തുടർന്ന് ഈ സുജന സേത്തിന് വേണ്ടി ഒരു ടാക്സി ഹോട്ടലുകാർ തയ്യാറാക്കി നൽകുകയും ചെയ്തു. ഒരു വലിയ ട്രാവൽ ബാഗുമായിട്ടാണ് ഇവർ ഇതിനകത്ത് ഈ ടാക്സിക്കകത്ത് കയറുകയും മറ്റും ചെയ്തത്. അതിനുശേഷം ഈ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജീവനക്കാർ വന്നപ്പോഴാണ് ഈ റൂമിനകത്ത് രക്തക്കറ കണ്ടെത്തുകയായിരുന്നു. ഈ രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർ പോലീസിനെ വിളിച്ചു വരുത്തി. സമീപത്തെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസും പരിശോധിച്ചപ്പോൾ ഇത് രക്തക്കറയാണെന്ന് പറഞ്ഞു. തുടർന്ന് ഈ ടാക്സി ഡ്രൈവറുടെ നമ്പർ എടുത്ത് ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ എവിടെയാണ് കുട്ടിയെന്ന് ഈ ഡ്രൈവറോട് ഈ സുജന സേത്തിനോട് ചോദിച്ചപ്പോൾ ഈ കുട്ടിയെ സൗത്ത് ഗോവയിലെ മറ്റൊരിടത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ അവധിക്കാലം ചെലവിടാൻ വേണ്ടി കുട്ടിയെ ആക്കിയിരിക്കുകയാണ് എന്നൊരു മറുപടിയാണ് നൽകിയത്. തുടർന്ന് ഇവർ ഇതിന്റെ ഒരു അഡ്രസ്സും നൽകുകയുണ്ടായി. എന്നാൽ ഈ അഡ്രസ്സ് ഫേക്കാണ്, തെറ്റാണ് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ പോലീസ് അടുത്ത സമീപത്ത് തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ടാക്സി ഡ്രൈവറോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സുജന സേത്ത് എന്ന സ്ത്രീ പിടിയിലാകുന്നത്. ഇവരെ ചിത്രദുർഗ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് പോലീസുകാർ പരിശോധിച്ചു. ഇവരുടെ ബാഗിനകത്ത് കുട്ടിയുടെ മൃതശരീരം ഉണ്ടായിരുന്നു. അത് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഞാൻ സുവിയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം പിടിക്കപ്പെടുന്നത്.